അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തോട് ഒടുവിലത് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീനാണെന്ന് കിട്ടിയത്. അത്യാവശ്യം കുറേ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കരമനയാറ്റിലെത്തിയിട്ടുണ്ട്. കരിമീൻ കിട്ടുമോ എന്ന് നോക്കാം. ഇന്ന് വെള്ളം ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെയാണ്, ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. അതിൽ അത്യാവശ്യം വലിയ പരലുകളൊക്കെ തന്നെ കിട്ടിയത്. എൻ്റെ അടി കിടക്കണമല്ലോ വലിയ പരല്. കുറേ നേരമായിട്ട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക തന്നെ. കുറച്ച് പരലിനെ കിട്ടി, പക്ഷേ കരിമീനെ മാത്രം ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ നമുക്കത് ഇത്രയും പരലൊന്നും കിട്ടിയിട്ടുണ്ട്. കരിമീനൊന്നും വല്ലതും കിട്ടിയില്ല. അടുത്ത ദിവസം നോക്കാം. അങ്ങനെ 7ാം ദിവസവും കരിമീൻ പിടിക്കാനായിട്ട് അതേ കരമനയാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കരിമീൻ പിടിക്കാനുള്ള മോഹവുമായിട്ട് ഞാൻ വീണ്ടും കരമനയാറ്റിൽ വീണ്ടുമൊന്നുമല്ല ഒരുപാട് തവണയായിട്ട് വരുന്നുണ്ട്. അതെ, ഇവരുപയോഗിക്കുന്ന തീറ്റ തന്നെ ഉപയോഗിച്ച് മീൻ പിടിക്കാമെന്ന് കരുതി അങ്ങനെ വെയിറ്റിംഗ് ആണ്. മീൻ കിട്ടിയ എന്താണ് തീറ്റയെന്ന് പറയാം. ചെറിയ കൊത്തുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കരിമീനാണ് ലക്ഷ്യം. കൈലികളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ കൈലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിമീൻ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് 2 ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതായിരിക്കുന്നു. ചെറിയ വള്ളിയാണ് ഇട്ട് വെച്ചേക്കുന്നത്. എന്നാലേ കരിമീൻ പിടിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിത് കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കരമനയാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ല തെളിച്ചുകൊണ്ട് വെള്ളം, അതുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും കിട്ടുമെന്ന് നോക്കാം. അത്യാവശ്യം കലക്കലുണ്ടായിരുന്നേ കിട്ടിയല്ല. ഇവിടെ കലക്കലുള്ളപ്പോഴാണ് കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. 2 ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതായിരിക്കണം, ഒന്ന് ഇതായിരിക്കണം. അപ്പം നമുക്ക് നോക്കാം. കിട്ടണേ കാണിക്കാം. കിട്ടി മക്കളെ, കിട്ടി. എൻ്റെ മോനെ എന്തൊരു സൈസ്! ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലായിരുന്നത്. സാധനം വിഴുങ്ങിയിട്ടുണ്ട്. നോക്ക്, എൻ്റെ കയ്യിനെക്കാട്ടിലും വലുപ്പമുണ്ട്. അടിപൊളി കരിമീൻ. പോല് ഞാൻ സഞ്ചിക്കാത്താക്കട്ടെ. അങ്ങനെ കുറേ നാളത്തെ പരിശ്രമത്തോട് ഒടുവിലത് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. ആ ചൂണ്ടയൊക്കെ വിഴുങ്ങി അണ്ണാക്കി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്തത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. നമുക്കിതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി നോക്കതേ. എൻ്റെ കൈപ്പത്തിയിൽ അത്രയുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 450 ഗ്രാം, 450-60 എത്തി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് പറ്റിയ കരിമീനാണ്. ഏകദേശം 1/2 കിലോ അടുപ്പിച്ചുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ വറുത്തടിക്കുക.